എന്ത് പറഞ്ഞാലും ഒരു ചില്ലിക്കാശ് ഇനി തനിക്ക് ഞാൻ തരില്ല. ബുദ്ധിമുട്ടുകൊണ്ട് ചോദിച്ചു പോയതാണോ? ബുദ്ധിമുട്ടോ? വിലകെട്ടിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയല്ലേ തനിക്ക് ഞാൻ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയിൽ നിന്ന് പണം കടമെടുത്ത് തന്നത്? അത് മുഴുവൻ താൻ കള്ളു കുടിച്ചു തീർത്തില്ലേ? എന്റെ പൊന്നച്ചോ, ഞാൻ കള്ളു കുടിക്കില്ല. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്. അച്ചോ, ഈ തൂങ്ങപ്പെട്ട രൂപത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യാം, ഞാൻ കള്ളു കുടിക്കില്ല. എന്നിട്ട് തന്നെ ഇപ്പൊ കള്ള് മാറുന്നുണ്ടല്ലോ. അയ്യോ അച്ചോ, അത് കള്ളന്റെ നാട്ടമല്ല, ചാരായത്തിന്റെതാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറ്റുവേദന വരുന്നത് കൊണ്ട് ഇത്തിരി ചാരായം കുടിക്കണമെന്ന് വൈദ്യര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുടിച്ചു പോകുന്നതാന്നേ. ഏത് വൈദ്യരാണോ ചാരായം കഴിക്കാൻ പറഞ്ഞത്? അതൊരു ഒറ്റമൂലിക്കാരനാന്നേ. ഒരു ഒറ്റമൂലിക്കാരൻ മേലാൽ മദ്യപിച്ചുകൊണ്ട് താൻ ഇവിടെ വന്നാൽ തന്നെ ഞാൻ അപ്പൊ പിരിച്ചുവിടും. എങ്ങനെ പറഞ്ഞാൽ കുഴഞ്ഞു പോകത്തേ ഉള്ളു. അച്ഛന് നാട്ടം പിടിക്കുന്നില്ല, ഞാൻ ഇനി കുടിക്കുന്നില്ല. ചോദിച്ച കാശ് എന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞില്ലേ? ഫാദർ, മേ കം ഇൻ? മിസ്റ്റർ ഉണ്ണിയോ? വരൂ വരൂ. എന്താ? ഞാൻ ഈ പണം തരാൻ വന്നതാ. 10,000 രൂപയുണ്ട്. ശരിയല്ലേ അച്ഛൻ? ശരിയാ. അച്ഛനെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടാ ഞാൻ ഈ പണം കൊടുക്കുന്നത്, അല്ലാതെ പീറ്ററെ ഭയന്നിട്ടല്ല. ഏതായാലും അവർക്ക് വീട് പൊളിച്ചു മാറ്റി വിൽക്കാനല്ലേ? ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഉണ്ണിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും. അച്ഛനായ എരപ്പാളിയോട് പറഞ്ഞേക്കണം, ഇനി എന്തെങ്കിലും ഉടക്കുണ്ടാക്കിയാൽ എന്റെ മട്ടുമാറുമെന്ന്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായില്ലെങ്കിൽ അവന് കൊള്ളാം. ഉണ്ണി, ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്. കഴിഞ്ഞതെല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യുക. ഈ പറഞ്ഞത് അച്ഛൻ അവനോടുകൂടി ഒന്ന് പറഞ്ഞേക്കണം. പറയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് ഇത്തിരി കാശ് എനിക്ക് തരാമല്ലോ. ഇതെന്റെ പണമല്ല, അവകാശം വരുമ്പോ ഇതുപോലെ തന്നെ കൊടുക്കേണ്ടതാണ്. വാമനെ ഇരിക്ക്. നീ നല്ല സമയത്ത് തന്നെ വന്നു. ഇതാണ് നമ്മുടെ സബീനയെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ സൈനുദ്ദീൻ. ഇത് ചെറുക്കന്റെ ചേട്ടൻ മഹാബ്രാവ്. ഇദ്ദേഹം? ഇത് നമ്മുടെ സബീനന്റെ കാക്ക. എന്റെ പേര് പീറ്റർ. ഇവരാണ് നസ്രാണിയാണ്. എന്നാലും ഞമ്മക്ക് നമ്മളെ മൂത്ത മോനെ പോലെയാണ്. അതുകൊണ്ടാണ് സബീനന്റെ കാക്കാന്ന് പറഞ്ഞത്. സൈനുദ്ദീൻ എന്താ ജോലി? ഞാൻ ദുബൈയില. ഒരു സ്റ്റേഷനറി ഷോപ്പുണ്ട്. കല്യാണം കഴിഞ്ഞ് സബീനയെ കൂടെ കൊണ്ടുപോകാനായിരിക്കും പരിപാടി. ഉടനെ നമ്മൾ പറഞ്ഞേക്കൂല, അടുത്ത വരവിന് കൊണ്ടേക്കോട്ടെ. അപ്പോ തീയതിയൊക്കെ നിശ്ചയിച്ചു. സൈനുദ്ദീൻ അടുത്ത മാസം മടങ്ങിപ്പോ. അതുകൊണ്ട് കയ്യുന്നതും വേഗം നടത്തണമെന്നാ ഇവര് പറയണം. അതിനെന്താ, നമുക്ക് നടത്തിക്കളയാമല്ലോ. സബീന എവിടെ? ഞാനിവിടെ ഉണ്ട്. ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടു? ചേട്ടന് ഇഷ്ടപ്പെട്ടു? കൊള്ളാമടി, നല്ല പയ്യൻ. നീ ഭാഗ്യവതി. അപ്പോ നമുക്ക് നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇറങ്ങട്ടെ. ഇന്നിവിടെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാണ്ട് പോകാൻ പറ്റൂല. എന്റെ പങ്ക് ഞാൻ വൈകുന്നേരം വന്ന് കഴിച്ചോളാം. ഒരു അത്യാവശ്യ കാര്യം വരട്ടെ. മോന്റെ പെങ്ങളും സബീനെ ഒരുമിച്ചാ പഠിക്കണം. ഞങ്ങളൊരു കുടുംബം പോലെയാ കഴിയണം. സ്കൂളിൽ പോകാൻ ഇറങ്ങിയതായിരിക്കും. അതെ. നിങ്ങൾ ആവശ്യപ്പെട്ട 10,000 രൂപ ഞാൻ ജെയിംസ് അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് കഴിയും വേഗം എനിക്ക് ഈ പുര പൊളിച്ചു മാറ്റിത്തരണം. ഓ, അതിനെന്താ? കേട്ടോ അശ്വതി, ഈ വഴക്കും വയ്യാവേലിയൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനമായി ആദ്യമേ ഇതങ്ങ് തീർക്കാമായിരുന്നു. ഞങ്ങൾ വഴക്കിനൊന്നും വന്നില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി അന്യരത്തം വന്നില്ലേ, അതിലേ എനിക്ക് വിഷമമുള്ളൂ. പീറ്റർ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ഇറക്കി വിടില്ലായിരുന്നോ? അത് നിങ്ങളുടെ തോന്നലാ. അശ്വതിക്ക് വിഷമമാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ സ്ഥലം വേണ്ടെന്ന് വെച്ചേക്കാം. അയ്യോ വേണ്ട, ഞങ്ങൾ ഇറങ്ങി തന്നേക്കാം. അശ്വതി, സ്കൂളിലേക്കാണെങ്കിൽ ഞാൻ വണ്ടി ഇട്ടേക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ലക്ഷ്മമ്മേ, സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇവിടുന്ന് മാറ്റണമെന്നില്ല. പിന്നെ ആ എരപ്പാളി ഇവിടെ കയറ്റുന്നതുകൊണ്ടാണ് എനിക്ക് ഒരു വാശി തോന്നിയത്. ഞാനൊരു അന്യനാണെന്ന് കരുതരുത്. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ടേ.
എന്താ ആലി 2 ദിവസമായിട്ട് ക്ലാസ്സിന് വന്നില്ലല്ലോ? എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ആ, ഈ കത്ത് നിന്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതാ. എന്റെ ആലീസിൽ തീരെ പ്രതീക്ഷിക്കാതെ എനിക്കിന്നൊരു യാത്ര പുറപ്പെടേണ്ടി വന്നു, ജപ്പാനിലേക്ക്. നേരിൽ കണ്ട് നിന്നോട് യാത്ര പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ വീട്ടുവാതിൽക്കൽ വരെ വന്നത്. പക്ഷേ പീറ്റർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നു. മടങ്ങി വന്നാലുടൻ നമ്മുടെ വിവാഹം നടത്താമെന്ന് അപ്പൻ സമ്മതിച്ചിട്ടുണ്ട്. അവിടെ എത്തിയാലുടൻ കൂടുതൽ വിവരത്തിന് ഞാൻ എഴുതാം. സ്നേഹചുംബനങ്ങളോടെ, നിന്റെ ജോണി. ഇല്ല ഇല്ല, ജോലി മടങ്ങി വരുന്നവരെ ഞാൻ എങ്ങനെ കാത്തിരിക്കും? ഞാൻ എങ്ങനെ ഇനി മനുഷ്യരെ മുഖത്ത് നോക്കും? എത്ര കാലം ഞാനിത് മറച്ചു വെക്കും? നീ വിഷമിക്കാതെ, സമാധാനം. എന്ത് സമാധാനം അടച്ചോ? ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ എന്റെ അമ്മ തല തല്ലിച്ചാവും. ചേട്ടൻ വീടിന് തീ വെക്കോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അച്ഛൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കുടിച്ച് ചാവും അച്ചോ. ഗർഭിണിയായി ഞാൻ എന്നെ ജീവിച്ചിരിക്കില്ല അച്ചോ, ജീവിച്ചിരിക്കില്ല. കരയാതെ എഴുന്നേൽക്കു ആലി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നീ എന്ത് നേടും? പിന്നെ ഞാൻ എന്ത് ചെയ്യും അച്ചോ? ഞാൻ ചാക്കൊന്നാളി കണ്ട് സംസാരിക്കാം. ജോണി ഉടൻ തന്നെ വരുത്തി നിങ്ങളെ വിവാഹം നടത്തിത്തരാൻ ഞാൻ ആവശ്യപ്പെടാം. നിന്റെ അവ്യയം കൊണ്ട് ഒരു തെറ്റുപറ്റി. നേരായ മാർഗത്തിൽ കൂടി അതിന് പരിഹാരം കണ്ടെത്തുകയല്ലേ വേണ്ടു. അച്ചോ, നീയും ജോണിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരു വൈദികൻ എന്ന നിലയിൽ നിന്നെ സഹായിക്കാൻ ഞാൻ ഉണ്ടായിരിക്കുമ്പോൾ ആരെതിർത്താലും നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. അച്ചോ, നീ സമാധാനമായി പോകും. ഏതായാലും ഒരു പുതിയ വീട് വെക്കും. അത് ഭംഗിയായിരിക്കും. ചുരുങ്ങിയത് 2-3 മുറിയെങ്കിലും. വീട് കെട്ടിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കുഞ്ഞെ. അതൊക്കെ നമുക്ക് ചെയ്യിക്കാം. ഇത് പൊളിച്ചാൽ ഒന്നും കാണുമെന്ന് തോന്നുന്നില്ല. ഓ, പൊടിഞ്ഞിരിക്കുക. അച്ഛൻ്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി? ഇല്ല. അതെന്താ വാങ്ങാൻ? എന്താ നിനക്കൊരു വല്ലായ്മ? ഓ, ഒന്നുമില്ല. പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ചുരി? ഞാനൊരു കാര്യം പറഞ്ഞ സമാധാനമായിട്ട് കേൾക്കുമോ? എന്താ കാര്യം? അവിവേകം ഒന്നും കാണിക്കില്ലെന്ന് ഉറപ്പ് തന്നാ പറയാം. പറയൂ. ആലീസ്, നീ എന്താ ഛർദ്ദിക്കുന്നത്? ഒന്നുമില്ല അമ്മച്ചി, ഒന്നുമില്ലേ? മാ, എടി, 2 പെറ്റകളാണ് ഞാൻ. സത്യം പറ, നിനക്കെന്ത് പറ്റി? എനിക്ക് മാപ്പ് തരുമേ. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നത്? നീ എന്തിനാ നെയ്ച്ചത്തിട്ട് അലക്കുന്നത്? എന്തിനാണെന്നോ? നമ്മുടെ മോള് തീരെ വെച്ചിരിക്കുന്നത് എന്നതാണെന്ന് അറിയാമോ? എന്നതാ? അവൾ പിഴച്ചു പോയി. എടി, സത്യം പറ, ആരാണ് ഇതിന് കാരണക്കാരൻ? ഇല്ല, ഞാൻ പറയില്ല. നീ പറയില്ലേ? എന്നെ കൊന്നാലും ഞാൻ പറയത്തില്ല. ഞാൻ പറയിക്കാം. അമ്മ ഇങ്ങോട്ട് മാറി. അമ്മേ, അകത്തേക്ക് കയറി. പറയില്ല അല്ലേ? നിന്നെ ഒന്ന് ഞാൻ കൊല്ലും.
ഒരു കുപ്പി എടുത്തോണ്ട് വേണം. ഇന്നും വരെ കുടിച്ച് കണ്ടിട്ടില്ല, ഇനി കുടിക്കണ്ട. എടുത്തോണ്ട് വേണം. എന്താ തോമ? നമ്മുടെ ആലീസ് തൂങ്ങി മരിച്ചു. ആലീസിനൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. അവൾ ഗർഭിണിയാണ്. അശ്വതി, ജെയിംസ് അച്ഛനെ പറ്റി ഞാൻ ഒരിക്കലും ഇങ്ങനെ കരുതിയിരുന്നില്ല. പക്ഷേ എല്ലാവരും മനുഷ്യരല്ലേ. അച്ഛൻ മേടയിലുണ്ട്. നീ എന്റെ പെങ്ങളെ നശിപ്പിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ പറയുന്ന കേൾക്കൂ. ഞാൻ പറയുന്ന കേൾക്കൂ. നീ എന്റെ പെങ്ങളെ നശിപ്പിച്ചു അല്ലേ? അച്ഛോ, എന്നെ തൂക്കിക്കൊല്ലുകയൊന്നുമില്ല. ഞാൻ തിരിച്ചു വരും തന്നെ കൊല്ലാൻ. ഏതോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു സാർ. കോൺസ്റ്റബിൾ, ഇവിടെ വരൂ. യെസ് സാർ. നിങ്ങൾ ഇവിടെ നിൽക്കൂ. പ്രതിയെ ഞാൻ കോടതിയിൽ കൊണ്ടുപോകാം. യെസ് സാർ. ജീപ്പിൽ നിന്ന് പ്രതി എവിടെ?
Thank you.